ബാഗുകളൊക്കെ സഞ്ചിയിലാക്കി റിയാദ് സഞ്ചാരി ജംഗ്ഷനോടൊപ്പം റിയാദങ്ങാടി വിട്ട് മജ്മ പഞ്ചായത്ത് കാണാൻ പോയ കിസ്സേന് കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. സൗദിയിലെ മജ്മയിലുള്ള അൽമുനീഖ് ഫോർട്ടും പിന്നെ അവിടെ തന്നെ ഉള്ള ഒരു ഹെറിറ്റേജ് വില്ലേജും അങ്ങോട്ടാണ് കേട്ടോ ഞങ്ങൾ ആദ്യം പോയത്. ധീരാഗതയും എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിന് പറയാ. പണ്ട് കാലത്തൊക്കെ ദൂരത്തുനിന്ന് ഹജ്ജിന് പോണ കാഫിലികളെ നിരീക്ഷിക്കാനും പിന്നെ ഓല് നോക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ധീരാഗതിയും. ഈത്തപ്പനത്തടിയും പിന്നെ പല മരക്കുറ്റികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് മണ്ണ് കുഴച്ചുണ്ടാക്കിയ പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോ കോണിയേരി മാളിയമ്മയ്ക്ക് കയറിയാലും മജ്മങ്ങാടി മുഴുവനായിട്ട് നമുക്ക് കാണാം. എനിക്ക് പഴയ ചരിത്ര സ്ഥലങ്ങൾ കാണാനാ ഭയങ്കര ഇഷ്ടാട്ടോ. അയിക്കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നും അന്നിപ്പോൾ ഞാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയൊക്കാരം എന്തൊക്കെയൊക്കാരം ഇപ്പം കാട്ടിക്കൂട്ടിയിട്ടുണ്ടാകുക അങ്ങനെ ഇങ്ങനെ ഞാൻ തോന്നും. എന്തായാലും അന്നത്തെ എഞ്ചിനീയർമാർ പണിക്കാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. കാരണം കാലത്ര കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെ പൊളിയാതെ അവിടെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ ഇങ്ങനെ നല്ല രസേനെ കൂടെ ഇങ്ങനെ നടക്കാൻ. അടങ്ങിയിരിക്കോ സ്നേഹം വിടർത്തുന്ന തിങ്കളാകുന്നു ഭാര്യ. അങ്ങനെ ഓരോരുത്തർ സിനിമാഭിനയം ഫോട്ടോ എടുക്കലും വീഡിയോ പിടിച്ചിലൊക്കെ ആയിട്ട് നല്ല രസേനു. ഇതിപ്പോ നമ്മള് പകലെല്ലാം മൂന്തിക്കാണ് പോണേച്ചെങ്കിലേ ആകെ ബേജാറിയിക്കാരട്ടോ. നമ്മളെ വെയ്ത്താല് ജിന്നാളോ ഷെയ്ത്താനൊക്കെ കൂടുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ തോന്നും. കാരണം അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഇനി ചിലയിടത്തൊക്കെ. അങ്ങനെ മുനീഖ് ഫോർട്ടൊക്കെ കണ്ട് പള്ളർച്ചി ബിരിയാണിയൊക്കെ തിന്ന് പിന്നെ ഞങ്ങള് ഫാം കാണാൻ പോയിട്ടോ. നാട്ടിലിഷ്ടം പോലെ പാടത്തും തോട്ടത്തും വരമ്പത്തും പല പച്ചക്കറികളും നമ്മൾ കണ്ടാണ്. തക്കാളി മുളകും മത്തൻ്റെലയും ഒക്കെ കണ്ടാലും തിരിഞ്ഞോക്കലില്ല. അതവിടെ എങ്ങനെ കിടക്കും. നനക്കണോല് നനക്കും, പറിച്ചിനോല് പറിച്ചും തിന്നണോല് തിന്നുന്നല്ലാതെ നമ്മളതിമക്കൊന്നും നോക്കലെന്നല്ല. പക്ഷെ സൗദി അറേബ്യയിൽ വന്ന മുതലേ ഓടെ പച്ചപ്പുണ്ടോ അങ്ങോട്ട് മണ്ടും. അതൊരു പണിയാണ്. അതിപ്പം ഏത് പച്ചക്കറിയാണോ എന്താണേലും വേണ്ടി അത് കാണാൻ പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര രസാണ്. എന്നാ നാട്ടിലാണെങ്കിലോ നമുക്ക് ആ ചിന്തനല്ല. എന്ത് പയറ് എന്ത് വെള്ളരി തിന്നാ മാത്രം പോകുന്നല്ലാതെ അത് നനക്കേ അല്ലെങ്കിൽ കുഴിച്ചിടേ അങ്ങനത്തെ ഒരു പരിപാടി തന്നെയല്ല. കൊറേ ഉണ്ടായിനി മാഷാഅല്ലാ. അവിടെ പലതും ഉണ്ടായിനി. കാബേജ് ഉണ്ടായിനി, പിന്നെ വെണ്ടക്ക ഉണ്ടായിനു, പിന്നെ മുളക്, കൂസ, പിന്നെന്താണ് അത്തിപ്പഴം. അങ്ങനെ എല്ലാത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല. കുറേ കണ്ടു പരിചയമുള്ള എല്ലാവരും ചെടികളും അവിടെ ഉണ്ടായിനി. പിന്നെ കണ്ടത് അതിലാറ് രസേനു കേട്ടോ. തൊയ്ത്തില് ആടുകളും പൈക്കളും ആട്ടും കുട്ടികളും നല്ല രസം. നമ്മളെ വിലയിലുണ്ടായിനി കേട്ടോ പൈക്കളൊക്കെ. പക്ഷെ നമ്മൾ അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയിട്ടും കൂടി ഇല്ലേനി. ഫോട്ടോ എടുക്കാൻ പോയിട്ടൊന്ന് പോയി വെക്കലും കൂടി ഇല്ലേനി. പക്ഷെ ഇവിടുന്ന് ആട്ടും കുട്ടികളെയും പൈക്കളൊക്കെ കണ്ടപ്പോ പഠിച്ചോനെ ഭയങ്കര നൊസ്റ്റു. മാഷാഅല്ലാ. പൈക്കളെ വലിപ്പാണെങ്കിലോ എമ്മാതിരി സൈസ് പൈക്കളൊക്കെ വലിയ വലിയ പൈക്കള്. ഞാൻ കുറെ ഫോട്ടോ ഒക്കെ എടുത്ത്. എനിക്ക് കണ്ടെടുത്താ കണ്ടുകൂടാത്തൊരു സാധനമാണ് ഈ താറാവ്. ഐറ്റങ്ങൾ ഒച്ച ഉണ്ടല്ലോ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ താറാവുകളെ പിന്നിൽ ക്യാമറയും കൊണ്ട് ഓടിയിരുന്നു. ആ പിന്നെ കോഴിക്കളെ കൂക്കലൊക്കെ കേട്ടപ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അങ്ങനെ ഫാമൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ പോയത് ഈ അൽമഷ്കർ വാലിക്കാണ് കേട്ടോ. അൽമഷ്കർ വാലി എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഭയങ്കര അടിപൊളി ഒരു സ്ഥലം.
ഒരു പക്ക ഞങ്ങക്ക് നാട്ടിൽ കൂടെ പോണ ഫീൽ തന്നെ ഉണ്ടായിനി. കാരണം 2 സൈഡിലും മരങ്ങളും നല്ല പച്ചപ്പൊക്കെ ആയിട്ട് പക്ക നാട്ടിൽ കൂടെ ഇങ്ങനെ എങ്ങോട്ടോ പോണ ഒരു ഫീലേനു. ഭയങ്കര എനിക്കത് ശരിക്കും നാട്ടിൽ കൂടെ ഇങ്ങനെ പോണ ഫീൽ തന്നെയാണ് ട്ടാ. കാരണം ഒന്നാമത് നമ്മൾ ഈ പച്ച പുല്ലും പിന്നെ 2 സൈഡിലും ഇങ്ങനെ നിറച്ച് മരങ്ങളും പിന്നെ ഈത്തപ്പനയും ഈത്തപ്പന നാട്ടിലില്ല. പക്ഷെ നാട്ടിലത്തെ തെങ്ങിനെ പോലെ തന്നെയാണല്ലോ ഏകദേശം. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു തെങ്ങും അതേപോലെ ആ റോഡിന്റെ സൈഡിലുള്ള മട്ടലൊക്കെ മുടഞ്ഞിട്ട് വേലി കെട്ടിയ അങ്ങനത്തെ ഒരു ഫീലേനി. കറക്റ്റ് ഒരു നിമിഷം ഞാനിങ്ങനെ നാട്ടിൽ പോയൊരു ഫീലേനി എനിക്ക്. സത്യം ഞാൻ ആ ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിലും എന്റെ കണ്ണ് മൊത്തം ഇങ്ങോട്ടേനു. അതേപോലെ മനസ്സ് മൊത്തം നാട്ടിലേനു. എന്തായാലും ഭയങ്കര രസമായ ഒരു ഡ്രൈവ്. എനിക്ക് പിന്നെ കൂട്ടത്തിൽ പോയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായതും പിന്നെ ഈ ഒരു ഡ്രൈവ് ആയിന് ട്ടോ. അത്രക്കും ഞാൻ എൻജോയ് ചെയ്തു. ഞങ്ങളെല്ലാരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ചൊറുക്കുള്ള സ്ഥലം കണ്ടാൽ ഞങ്ങൾ ആരും വിടൂലല്ലോ. ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ടിക്ടോക്കിലിടലും ആകെ ബഹളേനി. തലങ്ങും വിലങ്ങും പോസിങ് തന്നെയാണ്. കുറെ ആൾക്കാർ നടന്നിട്ട് കുറെ ഇരുന്നിട്ട് കുറെ ആൾക്കാർ മരത്തുമ്മ കേറിയിട്ട് കണ്ടോ. സാലിബായൊക്കെ എന്തൊരു ആവേശത്തിലാന്നാണ് കേറിയത്. പിന്നെ സെബീന താത്ത ഇങ്ങനെ പറയുന്നുണ്ട് ഇറങ്ങിക്കോളി മേലേക്ക് കയറണ്ട. മൂപ്പര അതൊന്നും വകക്കണില്ല. കേറിയിട്ട് ഫോട്ടോ പോസിങ് അതിന്. എന്തായാലും നല്ല രസം. ഫോട്ടോ എടുക്കാൻ മത്സരിക്കേനി. പിന്നെ അബ്ബാസ്ക്ക് കയറിയപ്പോ ഞങ്ങളെല്ലാരും ഒന്നിങ്ങോട്ട് മാറി നിന്നുട്ടോ. കാരണം പനയും പിന്നെ അബ്ബാസ്ക്കും കൂടി ആവുമ്പളേ താങ്ങൂലല്ലോ. അപ്പൊ ഞങ്ങളെല്ലാരും കുറച്ചിങ്ങോട്ട് സൈഡ് മാറിക്കൊടുത്ത്. ഏതായാലും പുള്ളി വല്ലാതെ ഇങ്ങോട്ട് കേറിയില്ല. പിന്നെ ഞാനും എല്ലാരും ഫുള്ള് അഭിനയേനി. ടിക്ടോക്കിലിടലും സ്ലോ മോഷൻ വീഡിയോയും ഫോട്ടോ എടുക്കലും. ഏതായാലും അടിപൊളി. അടിച്ച് പൊളിച്ചൊരു സ്ഥലം. അടിപൊളി ഒരു വൈബും. അങ്ങനെ അൽമഷ്കർ വാലി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് മജ്മ ഡാമിലേക്കാട്ടോ. അവിടെ പോയപ്പോഴാണെങ്കിൽ അതിനെക്കാട്ടിലും വൈബ് എന്ന് പറഞ്ഞ എമ്മാതിരി വൈബ്. കിടുപൊളി ആംബിയൻസും അടിപൊളി സ്ഥലം. അല്ല അവിടെ എത്തിയിട്ട് ആളെ മുമ്പിൽ കൊണ്ടുപോയിട്ടിട്ട് അവിടെ ഇരിക്കട്ടോ. അവിടെ ഇരിക്ക. എല്ലാരും റമത്ത ഫ്രണ്ട് കൊണ്ടുപോയിച്ചോ. പോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഇത് ബർത്ത്ഡേ ആണ്. ആക്കെ സെറ്റായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ സബീനത്ത. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആർക്കെങ്കിലും കൊടുക്ക്. തമ്പുരാനറിയാം എന്തായിരുന്നു. പിള്ളേർക്കൊക്കെ പോട്ടെ. പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷനും അതുപോലെ ഡാൻസ് സെറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഈ ക്യാമ്പ് സൈറ്റ്. ഇത് അവിടെ സമീപത്തുള്ള ഒരു സൗദി
അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് സെറ്റ് ഞങ്ങൾക്ക് തരികയും അവിടെ ഞങ്ങളുടെ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും പിന്നെ ഈ ക്യാമ്പ് സൈറ്റ് വിട്ടു തരികയും അവിടെ ഉണ്ടായിരുന്ന വർക്കറിനോട് ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞു. ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് നല്ലൊരു സ്നാക്സ് കൊടുത്തു. അപ്പോൾ സ്നാക്സ് ഒക്കെ കഴിച്ച് പാട്ടൊക്കെ പാടി അന്നത്തെ പിന്നെ ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രിയായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പടവലങ്ങടെ വളവ് തീർക്കാൻ കല്ല് കിട്ടിയ കേരളം 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 കൊച്ചു കൊച്ചു കേരളം അരിപൊടിച്ച് പൊടി വളർത്ത് പുട്ട് ചുട്ട കേരളം അരിപൊടിച്ച് പൊടി വളർത്ത് പുട്ട് ചുട്ട കേരളം 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 കൊച്ചു കൊച്ചു കേരളം വെടിക്കെട്ടുള്ള അണക്കെട്ടുള്ള പവർക്കെട്ടുള്ള കേരളം 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 കൊച്ചു കൊച്ചു കേരളം. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ട്രിപ്പ്? അടിപൊളിയായിരുന്നില്ലേ? ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും? പ്രകൃതിദത്തമായിട്ടുള്ള സ്ഥലങ്ങൾ സൗദിയിൽ ഒരുപാടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സ്ത്രീ ജനങ്ങളുടെ? ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും? So thank you for watching. Bye.